ഞങ്ങളൊന്ന് രാമനാട്ടുകര വരെ പോവുകയാണ്. അല്ല, സ്കൂളൊക്കെ തുറക്കാനായില്ലേ, അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഞങ്ങൾക്കല്ല കേട്ടോ, ഹരിക്കും ധ്യാനുമാണ്. പിന്നെ പീലിക്കുട്ടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ നേരത്തെ അമ്മയും ചേച്ചിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇനി അതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഏട്ടനും വന്നിട്ടുണ്ട്. ചേച്ചീനും മക്കളും ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായപ്പോൾ ഞങ്ങളുടെ കൂടെ കൂട്ടിയതാണ്. ഏട്ടൻ ഞങ്ങളെ പിന്നാലെ ബൈക്കിന് വന്നതാണ്. ഇവിടെ പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഞാനും ഏട്ടനും ഇങ്ങനെ കുന്തം പോലെ നോക്കിയിരിക്കുകയാണ്. ശീതേട്ടൻ പുറത്ത് പീലിക്കുട്ടീനെ എടുത്ത് നിൽക്കണ്ടേ. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ ബാഗ് വാങ്ങാനാണ് പോയത്. ബാഗ് വാങ്ങുമ്പോൾ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഹരിക്കും ഇഷ്ടപ്പെടില്ല, ഹരിക്ക് ഇഷ്ടപ്പെട്ട ചേച്ചിക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെ അവർ രണ്ടാളും നിന്നപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാഗ് എടുത്തത്. പിന്നെ ചേച്ചി ഏട്ടനൊക്കെ അവരുടെ വീട്ടിലേക്ക് പോയി. അവർക്ക് നന്നശ്ശേരിയിലേക്കും പോകണം. ഞങ്ങൾ തിരിച്ച് വണ്ണൂരേക്കും പോയി. വളവിലെത്തിയപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്ന് ചായ കുടിക്കാൻ കയറി. ചായ ഞങ്ങളുടെ മുന്നിലെത്തലും അപ്പോൾ തന്നെ പീലിക്കുട്ടിക്ക് മൂത്രം ഒഴിക്കാനുണ്ട്. അത് പിന്നെ അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, എവിടെയെങ്കിലും പോയി അപ്പോൾ അവൾക്ക് മൂത്രം ഒഴിക്കാനുണ്ടാവും. പിന്നെ തിളയ്ക്കണ ചായ എങ്ങനെയോ ഊതി കുടിച്ച് പിന്നെ വാങ്ങിച്ച സാധനം പാഴ്സലും ആക്കി ഞങ്ങൾ വീട്ടിലേക്ക് പോന്നേ. പിന്നെയാണെങ്കിൽ നമ്മളെ റോഡിൽ മൊത്തം വെള്ളം കയറിയതുകൊണ്ട് വണ്ടി അപ്പുറത്ത് തൊടിയിലാണ് നിർത്തിയത്. എന്നിട്ട് ഞങ്ങൾ നടന്ന് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.